ഹലോ വെൽക്കം. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ക്ലാസ് ആണ് കേട്ടോ. ബേസിക് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ ഈ വാക്കുകളൊന്നും ഇല്ലാതെ നമ്മൾ ഒരിക്കലും കടന്നു പോകില്ല. അത്രയും സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ എന്ന് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു 10 ഫ്രേസൽ വേർബുകളാണ്. ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കല്ല, ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഒരുമിച്ച് വരുന്നതിനാണ് നമ്മൾ ഫ്രേസൽ വേർബ് എന്ന് പറയുക. അപ്പോൾ എന്തൊക്കെയാണ് 10 എന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് യു ആർ ഓൾ ഫെമിലിയർ വിത്ത് ദിസ് വേർഡ് വേക്ക് അപ്പ്. വേക്ക് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? ഉണരുക എന്നുള്ളതാണ്. ഉണരുക, അതായത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരൂലേ, അതിനാണ് നമ്മൾ വേക്കപ്പ് എന്ന് പറയുക. കോൺഷ്യസ് ആവുക, സ്റ്റോപ്പ് സ്ലീപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അല്ലേ. അപ്പൊ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുക? ഈ വേക്കപ്പ് എന്ന് പറയുന്നതിന് അതിന്റെ ഫോമുകൾ ഉണ്ട്. വേക്കപ്പ് എന്നുള്ളത് ഫസ്റ്റ് ഫോമാണ്, വോക്കപ്പ് എന്നുള്ളതാണ് അതിന്റെ സെക്കൻഡ് ഫോം, അതുപോലെ തന്നെ വോക്കണപ്പ് എന്നുള്ളതാണ് അതിന്റെ തേർഡ് ഫോം. വേക്കപ്പ് എന്നുള്ളതിന്റെ സെക്കൻഡ് ഫോം വോക്കപ്പ്, തേർഡ് ഫോം എന്താണ്? വോക്കണപ്പ് ആണ് കേട്ടോ. അപ്പൊ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എക്സാമ്പിൾ നോക്കി നോക്കുക. അത് നോക്കൂ നിങ്ങൾ. ഐ വേക്കപ്പ് അറ്റ് 6 എവറി മോർണിംഗ്. എന്നും ഞാൻ 6 മണിക്ക് ഉണരും. ഇത് ഉണരുകയാണ് കേട്ടോ. എന്നും ഞാൻ 6 മണിക്ക് ഉണരും. ഉണരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൽ നിന്ന് നമ്മൾ കോൺഷ്യസ് ആവുക അല്ലേ. അപ്പോൾ ഇതിവിടെ ഫസ്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഒന്നാമത്തെ ഫോമാണ്. അപ്പോൾ എന്നും ഞാൻ 6 മണിക്ക് ഉണരും എന്നുള്ളതാണ്. അടുത്ത് നോക്കൂ, പ്ലീസ് വേക്ക് മീ അപ്പ് അറ്റ് 6 ടുമോറോ. അത് നിങ്ങൾ ഒരാളോട് പറയാണ്, പ്ലീസ് വേക്ക് മീ അപ്പ്. എന്താണ്? നാളെ 6 മണിക്ക് എന്നെ ഒന്ന് ഉണർത്തണം, അതായത് ഉറക്കത്തിൽ നിന്ന് ഉണർത്തണം. ഇത് നിങ്ങൾ ഒരാളോട് പറയാണ്, പ്ലീസ് വേക്ക് മീ അപ്പ് അറ്റ് 6 ടുമോറോ. നാളെ 6 മണിക്ക് ഉണർത്തണം. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, ഐ വോക്ക് അപ്പ് ലേറ്റ് ടുഡേ. ഞാൻ ഇന്ന് എന്ത് ചെയ്തു? ഞാൻ ഇന്ന് വൈകി ഉണർന്നോ. ഐ വോക്ക് അപ്പ് ലേറ്റ് ടുഡേ. വോക്ക് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പാസ്റ്റ് ഫോം, നേരത്തെ പറഞ്ഞ വേക്കപ്പിന്റെ പാസ്റ്റ് ഫോം, ഐ വോക്ക് അപ്പ് ലേറ്റ് ടുഡേ. അപ്പൊ ഞാൻ ഇന്ന് വൈകി ഉണർന്നു. അടുത്തത് നോക്കൂ, വാട്ട് ടൈം ഡു യൂഷ്വലി വേക്ക് അപ്പ്. എപ്പോഴാണ് നീ സാധാരണ ഉണരാറുള്ളത്? നിങ്ങൾ ഒരാൾ ചോദിക്കണ്ടേ, വാട്ട് ടൈം ഡു യൂഷ്വലി വേക്ക് അപ്പ്, എപ്പോഴാണ് നീ സാധാരണ ഉണരാറുള്ളത്? അപ്പോൾ ഒന്നാമത്തെ മനസ്സിലായോ? വേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഉണരുക, സ്റ്റോപ്പ് സ്ലീപ്പിംഗ് ആൻഡ് യു ബിക്കം കോൺഷ്യസ്. അതിനാണ് നമ്മൾ വേക്ക് അപ്പ് എന്ന് പറയുന്നത്. പാസ്റ്റ് ഫോം എന്താണ്? വോക്ക് അപ്പ് ആൻഡ് വോക്കൺ അപ്പ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതാ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വേർഡാണ്. എന്താണത്? ഗെറ്റ് അപ്പ്. ഗെറ്റ് അപ്പ്. ഗെറ്റ് അപ്പ് എന്നുള്ളതിന്റെ എന്താ? ഗോട്ട് അപ്പ്, അതുപോലെ തന്നെ ഗോട്ട് അപ്പ്. 3 യൂസുകൾ അങ്ങനെ തന്നെ വരിക. ഇത് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ള അർത്ഥമാണ്. മറ്റേത് എന്താണ്? യു ബിക്കം കോൺഷ്യസ്. ഇതെന്താണ്? കിടക്കയിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുക, ലിറ്ററലി നമ്മൾ ഗെറ്റ് അപ്പ്, അതിന് മെല്ലെ പൊന്തുക അല്ലേ. ഇത് നോക്കൂ, ഐ വേക്ക് അപ്പ് ഏർലി. ഞാൻ നേരത്തെ ഉണരും അല്ലേ. ഞാൻ നേരത്തെ ഉണരും. വേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണരും എന്നുള്ളതാണ്. ഐ വേക്ക് അപ്പ് ഏർലി ബട്ട് ഐ ഗെറ്റ് അപ്പ് അറ്റ് 7. പക്ഷെ ഞാൻ എഴുന്നേൽക്കുക 7 മണിക്കാണ്. നേരത്തെ ഉണരും, പക്ഷെ എഴുന്നേൽക്കുക 7 മണിക്കാണ്. മനസ്സിലായോ? കമോൺ ഗെറ്റ് അപ്പ്, വി ആർ ലേറ്റ്. നിങ്ങൾ ഒരാൾ പറയണം, കമോൺ ഗെറ്റ് അപ്പ്, എഴുന്നേൽക്ക്, നമ്മൾ ലേറ്റ് ആണെന്ന് പറയാണ്. കമോൺ ഗെറ്റ് അപ്പ്, വി ആർ ലേറ്റ്. അതുപോലെ തന്നെ എന്താണ്? ഹി ഗെറ്റ്സ് അപ്പ് സ്ലോലി എവറി മോർണിംഗ് അല്ലേ. അവന് എന്നും എന്താണ്? കുറച്ച് സ്ലോ ആയിട്ടാണ് എഴുന്നേൽക്കാറുള്ളത്. വളരെ സ്ലോ ആയിട്ടാണ്. അടുത്തെന്താണ്? ഷീ ഗോട്ട് അപ്പ് ആൻഡ് ലെഫ്റ്റ് ദ റൂം. അവൾ എഴുന്നേറ്റു എന്നിട്ട് റൂമിൽ നിന്ന് പോയി. ഷീ ഗോട്ട് അപ്പ്, ഇത് എഴുന്നേറ്റു, അതിന്റെ പാസ്റ്റ് ഫോമാണ്. ഷീ ഗോട്ട് അപ്പ് ആൻഡ് ലെഫ്റ്റ് ദ റൂം, എന്നിട്ട് റൂമിൽ നിന്ന് പോയി, അല്ലെങ്കിൽ റൂം വിട്ടു. ഇനി അടുത്ത ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത് എന്താണ്? ടേൺ ഓൺ. ടേൺ ഓൺ, ടേൺ ഓൺ. അതിന്റെ എന്താണ് പാസ്റ്റ് ഫോം എന്താണെന്ന് അറിയോ? എന്താണ് അതിന്റെ പാസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ? ടേൺഡ് എന്നുള്ളതാണ് കേട്ടോ. ടേൺഡ് ഓൺ എന്നാണ് പറയാം. ഓക്കെ, ടേൺ ഓൺ എന്നുള്ളത് എന്താണ്? ടേൺഡ് ഓൺ ആണ് വരിക. അപ്പൊ നമ്മൾ എന്താണ് ടേൺ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ സംഗതി ഓൺ ചെയ്യുക, അതായത് നമ്മളൊരു സംഗതി ഓപ്പൺ ആക്കുക, തുറക്കുന്നൊക്കെ പറയില്ലേ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. പ്ലീസ് ടേൺ ഓൺ ദ ലൈറ്റ്. ലൈറ്റ് ഓൺ ആക്കുന്ന അറിയില്ലേ? അപ്പൊ ടേൺ ഓൺ എന്ന് പറയാം. അപ്പൊ അതിന്റെ പാസ്റ്റ് എന്താ പറഞ്ഞത്? ടേൺഡ് ഓൺ അല്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരാളോട് പറയാം, എന്നാൽ ലൈറ്റ് ഒന്ന് ഓൺ, പ്ലീസ് ടേൺ ഓൺ ദ ലൈറ്റ്, പ്ലീസ് ടേൺ ഓൺ ദ ലൈറ്റ്. അടുത്ത എന്താണ്? ക്യാൻ യു ടേൺ ഓൺ ദ ഫാൻ. ക്യാൻ യു ടേൺ ഓൺ ദ ഫാൻ. നിങ്ങൾ ഒരാളോട് ചോദിക്കുകയാണ്, ഫാൻ ഒന്ന് ഓൺ ചെയ്യാവോ? ക്യാൻ യു ടേൺ ഓൺ ദ ഫാൻ. ഹി ടേൺഡ് ഓൺ ദ TV ടു വാച്ച് ന്യൂസ്. ഇവിടെ ടേൺഡ് ഓൺ ആണ്. ടേൺഡ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ സെക്കൻഡ് ഫോം ആണ് അല്ലെ. ടേൺഡ് ഓൺ ദ TV ടു വാച്ച് ന്യൂസ്. വാർത്ത കാണാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു? അയാൾ TV ഓൺ ചെയ്തു. മനസ്സിലായല്ലോ? ഇനി എന്താണ്? ഡോണ്ട് ടേൺ ഓൺ ദി AC നൗ. ചെയ്യരുത് എന്ന് പറയാണ്. എന്താ ചെയ്യരുത്? ഡോണ്ട് ടേൺ ഓൺ ദി AC നൗ. ഇപ്പൊ AC ഓൺ ചെയ്യരുത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഇതിന്റെ നെഗറ്റീവ് അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഗതിയാണ് എന്ത്? ടേൺ ഓഫ്. മറ്റേത് ടേൺ ഓൺ, ഇത് നമ്മൾ ഓഫ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ടേൺ ഓഫ് അല്ലെ. ഓക്കെ, റിമെമ്പർ ടു ടേൺ ഓഫ് ദ ലൈറ്റ്സ്. ഓർമ്മിക്കുക അല്ലെ, ഓർമ്മിപ്പിക്കുക. എന്തിന്? റിമെമ്പർ ടു ടേൺ ഓഫ് ദ ലൈറ്റ്സ്. അടുത്തെന്താ? പ്ലീസ് ടേൺ ഓഫ് യുവർ മൊബൈൽ ഫോൺ. നിങ്ങൾ ഒരാളോട് പറയാണ്, പ്ലീസ് ടേൺ ഓഫ് യുവർ മൊബൈൽ ഫോൺസ്. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, പ്ലീസ് ടേൺ ഓഫ്, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യാം. ഈസിയാണ്, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ന് കരുതുന്നു. ഷീ ടേൺഡ് ഓഫ് ദ TV ആൻഡ്
സ്ലെപ്റ്റ് അല്ലേ. അവൾ എന്ത് ചെയ്തു? അവൾ ടി വി ഓഫ് ചെയ്തിട്ട് ഉറങ്ങി. ഷീ ടേൺഡ് ഓഫ് ദ ടി വി ആൻഡ് സ്ലെപ്റ്റ്. ഇത് ടേൺഡ് ഓഫ് എന്ന് പറയുന്നത് അതിന്റെ പാസ്റ്റ് ഫോം ആണ്. ടേൺ ഓഫ് ദ ടാപ്പ് ആഫ്റ്റർ വാഷിംഗ് അല്ലേ. എന്താണ്? വാഷിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ടാപ്പ് ഓഫ് ചെയ്യുക. ടേൺ ഓഫ് ദ ടാപ്പ് ആഫ്റ്റർ വാഷിംഗ്. മനസ്സിലായല്ലോ? അപ്പൊ ടേൺ ഓൺ അതുപോലെ തന്നെ ടേൺ ഓഫ്. ഇതിലൊക്കെ രണ്ട് വാക്കുകൾ വരുന്നുണ്ട്. ഈ രണ്ട് വാക്കുകളൊക്കെ കൂടി ചേരുമ്പോൾ അല്ലെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വാക്കുകളൊക്കെ കൂടി ചേരുമ്പോഴാണ് അതൊരു ഫ്രേസൽ വേർബ് ആവുക കേട്ടോ. ഇനി അടുത്തത് എന്താ? പിക്കപ്പ്. പിക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുക അല്ലെങ്കിൽ കൊണ്ടുപോകാൻ, വരിക, ഇങ്ങനെയൊക്കെയുള്ള ഒരു അർത്ഥത്തിലാണ് എന്ത് പറയാ? പിക്കപ്പ് എന്ന് പറയാം. എടുക്കുക എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പിക്കപ്പ് ചെയ്യുക അല്ലെങ്കിൽ പിക്ക് ഹിം അപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് എടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, പിക്ക് അപ്പ്. എക്സാമ്പിൾ നോക്കാം. പ്ലീസ് പിക്കപ്പ് ദ ഫോൺ. ഫോൺ എടുക്കുക എന്നുള്ള അർത്ഥത്തിൽ അല്ലേ. പ്ലീസ് പിക്കപ്പ് ദ ഫോൺ. അതിന്റെ പാസ്റ്റ് ഫോം എന്തായിരിക്കും? പിക്ഡ് അപ്പ് അല്ലെ. പിക്കപ്പ്, പിക്ഡ് അപ്പ്. പ്ലീസ് പിക്കപ്പ് ദ ഫോൺ. അടുത്ത എന്താ? ഐ പിക്ക് യു അപ്പ് അറ്റ് 5 PM. ഞാൻ നിന്നെ 5 മണിക്ക് പിക്ക് ചെയ്യും. ഞാൻ നിന്നെ 5 മണിക്ക് പിക്ക് ചെയ്യും. അപ്പൊ അവിടെ ഐ വിൽ പിക്ക് യു അപ്പ്. പിക്കപ്പ് യു അല്ല കേട്ടോ. ഐ വിൽ പിക്ക് യു അപ്പ് അറ്റ് 5 PM. അടുത്ത എന്താ? പ്ലീസ് പിക്കപ്പ് യുവർ ടോയ്സ് ഫ്രം ദ ഫ്ലോർ. ഫ്ലോറിൽ നിന്ന് നിന്റെ ടോയ്സ് ഒന്ന് എടുക്ക് അല്ലെ. അവിടെ എടുക്കുക എന്നുള്ള അർത്ഥമാണ്. പിക്ക് അപ്പ് യുവർ ടോയ്സ് ഫ്രം ദ ഫ്ലോർ. അടുത്ത എന്താ? ക്യാൻ യു പിക്ക് മീ അപ്പ് ഫ്രം ദ സ്റ്റേഷൻ. എന്നെ സ്റ്റേഷനിൽ നിന്നൊന്ന് പിക്ക് ചെയ്യാവോ? അങ്ങനെ ചോദിക്കൂലേ. ക്യാൻ യു പിക്ക് മീ അപ്പ്. പിക്കപ്പ് മീ അല്ല. ക്യാൻ യു പിക്ക് മീ അപ്പ് ഫ്രം ദ സ്റ്റേഷൻ. എന്നെ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യാവോ? അങ്ങനെ ചോദിക്കൂലേ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. അടുത്തത് എന്താണ്? നമ്മൾ കണ്ടെത്തുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്ത് പറയാ? ഫൈൻഡ് ഔട്ട് എന്ന് പറയാം. എന്താ പറയാ? ഫൈൻഡ് ഔട്ട്. അപ്പൊ അതിന്റെ പാസ്റ്റ് എന്തായിരിക്കും? ഫൗണ്ട് ഔട്ട്. ഫൈൻഡ് എന്നുള്ളതിന്റെ പാസ്റ്റ് ഫൗണ്ട് ഔട്ട് ആണ്. മൂന്നാമത്തതും ഫൗണ്ട് ഔട്ട് തന്നെ വരിക കേട്ടോ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കണ്ടെത്തുക അല്ലെങ്കിൽ നമ്മൾ അറിയുക എന്നുള്ള അർത്ഥത്തിലും എന്ത് പറയും? ഫൈൻഡ് പറയും. ഓക്കെ, ഇനി ഐ നീഡ് ടു ഫൈൻഡ് ഔട്ട് ഹിസ് അഡ്രസ്. എനിക്ക് അവന്റെ അഡ്രസ്സ് കണ്ടെത്തണം, കണ്ടെത്തേണ്ടതുണ്ട്, അങ്ങനെ ഒരു ആവശ്യമുണ്ട്. ഐ നീഡ് ടു ഫൈൻഡ് ഔട്ട് ഹിസ് അഡ്രസ്. അടുത്തത് എന്താ? ഡിഡ് യു ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻഡ്. എന്താ സംഭവിച്ചതെന്ന് നീ കണ്ടെത്തിയോ, മനസ്സിലാക്കിയോ? അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ് ഡിഡ് യു ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻഡ്. ഓക്കെ, ഇനി വി വിൽ ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് സൂൺ. സത്യം പെട്ടെന്ന് നമ്മൾ അറിയും, സത്യം നമ്മൾ പെട്ടെന്ന് കണ്ടെത്തും, സത്യം പെട്ടെന്ന് നമ്മൾ അറിയും. വി വിൽ ഫൈൻഡ് ദ ട്രൂത്ത് സൂൺ. കോൾ ദം ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഡീറ്റെയിൽസ്. അവരെ വിളിക്ക്, എന്നിട്ട് ആ ഡീറ്റെയിൽസ് അറിയൂ അല്ലേ, ആ ഡീറ്റെയിൽസ് കണ്ടെത്തൂ. മനസ്സിലായിണ്ടാവുന്ന കരുതുന്നു. അടുത്തത് എന്താണെന്നറിയോ? ഗിവ് അപ്പ് ആണ്. എന്താണ് ഗിവ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ഉപേക്ഷിക്കുക എന്നറിയില്ലേ, ഒരു ശ്രമം നിർത്തുക, സ്റ്റോപ്പ് ട്രൈ എന്നൊക്കെ പറയും. അതാണ് ഗിവ് അപ്പ്. അതിന്റെ പാസ്റ്റ് ഫോം എന്താ? ഗിവ് അപ്പ് എന്നുള്ളതിന്റെ ഫാസ്റ്റ് ഫോം ഗെയ്വ് അപ്പ് ആണ്. ഞാൻ ഇവിടെ എഴുതാം. ഗിവ് അപ്പ് എന്താണ് ആവുക? ഗെയ്വ് അപ്പ് ആവും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഫോം എന്ന് പറയുന്നത് ഗിവൺ അപ്പ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നെവർ ഗിവ് അപ്പ് യുവർ ഡ്രീംസ്. നിങ്ങളെ സ്വപ്നം ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കരുത് അല്ലെ. നെവർ ഗിവ് അപ്പ് യുവർ ഡ്രീംസ്. അടുത്തത് എന്താണ്? ഹി ഗേവ് അപ്പ് സ്മോക്കിംഗ് ലാസ്റ്റ് ഇയർ. ഇത് സെക്കൻഡ് ഫോം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അവൻ കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു? അവൻ അവന്റെ പുകവലി ഉപേക്ഷിച്ചു. ഹി ഗേവ് അപ്പ് സ്മോക്കിംഗ് ലാസ്റ്റ് ഇയർ. ഡോണ്ട് ഗിവ് അപ്പ് സോ ഈസിലി. പെട്ടെന്ന് ഉപേക്ഷിക്കരുത്, ചെയ്യരുത് എന്നറിയില്ലേ. ഡോണ്ട് ഗിവ് അപ്പ് സോ ഈസിലി. അടുത്ത എന്താ? ഐ വിൽ നെവർ ഗിവ് അപ്പ് ലേണിംഗ് ഇംഗ്ലീഷ്. ഞാൻ ഒരിക്കലും ഇംഗ്ലീഷ് പഠനം ഉപേക്ഷിക്കില്ല, നിർത്തില്ല. ഐ വിൽ നെവർ ഗിവ് അപ്പ് ലേണിംഗ് ഇംഗ്ലീഷ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തത് എന്താണ്? കം ഇൻ ആണ്. കം ഇൻ. കം ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് വരിക. കം ഇൻ. കമ്മിങ് ഇതിനെ തെറ്റിദ്ധരിച്ചിട്ട് കുറെ ആൾക്കാർ പറയാറുണ്ട്. ഇത് കം ഇൻ ആണ് കേട്ടോ. കം ഇൻ. പ്ലീസ് കം ഇൻ ആൻഡ് സിറ്റ് ഡൗൺ. പ്ലീസ് കം ഇൻ ആൻഡ് സിറ്റ് ഡൗൺ അല്ലേ. അകത്തേക്ക് വരൂ, ഇരിക്കൂ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സാധനം. പ്ലീസ് കം ഇൻ ആൻഡ് സിറ്റ് ഡൗൺ. മേ ഐ കം ഇൻ സർ. മേ ഐ കം ഇൻ സർ. ഞാൻ അകത്തേക്ക് വന്നോട്ടെ സർ. അതാണ് കേട്ടോ. മേ ഐ കം ഇൻ. someone is knocking, ask them to come in അല്ലേ. someone is knocking, ആരോ മുട്ടുന്നുണ്ട്, അവരോട് അകത്തേക്ക് വരാൻ പറയൂ. someone is knocking, ask them to come in. to come in. come in, the door is open. അകത്തേക്ക് വരൂ, ഡോർ തുറന്നിട്ടിരിക്കുകയാണ്, ഡോർ ഓപ്പൺ ആണ്. മനസ്സിലായല്ലോ. കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് വരിക, പ്രവേശിക്കുക എന്നുള്ള അർത്ഥം. ആൻഡ് ദ നയൻത് വൺ ഇസ് ഗോ ഔട്ട്. ഗോ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തേക്ക് പോവുക. ഗോ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് പോവുക. അപ്പൊ അതിന്റെ പാസ്റ്റ് എന്താണ്? അതിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് വെന്റ് ഔട്ട് ആണ് കേട്ടോ. അതിന്റെ തേർഡ് ഫോം എന്തായിരിക്കും വരിക? ഗോൺ ഔട്ട്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഗോ ഔട്ട്. സോ ലെറ്റ്സ് ഗോ ഔട്ട് ഫോർ ഡിന്നർ ടുനൈറ്റ്. ഇന്ന് രാത്രി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാം, ഡിന്നർ കഴിക്കാം അല്ലെ. ലെറ്റ്സ് ഗോ ഔട്ട് ഫോർ ഡിന്നർ ടുനൈറ്റ്. അടുത്തത് എന്താണ്? ഹി വെന്റ് ഔട്ട്
a few minutes ago. അവൻ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തു? പുറത്തു പോയി. He went out. അപ്പോൾ പോയി എന്നുള്ള അർത്ഥം. അപ്പോൾ go എന്നുള്ളതിന്റെ സെക്കൻഡ് ഫോം ആയിട്ടുള്ള went ആണ്. So he went out out a few minutes ago. അടുത്ത എന്താ? I don't want to go out in rain. അല്ലേ? I don't want to go out in the rain. അതായത് മഴയത്ത് എനിക്ക് പുറത്ത് പോകണ്ട, എനിക്ക് അതിന് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അല്ലേ? I don't want to go out in the rain. അടുത്ത എന്താ? ആർ യു ഗോയിങ് ഔട്ട് ദിസ് വീക്കെൻഡ്? അവ ഈ ഗോ എന്നതിന്റെ കൂടെ ഒരു ING കൊടുത്തു കഴിഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് എന്നുള്ള അർത്ഥത്തിൽ വരും. സോ ആർ യു ഗോയിങ് ഔട്ട് ദിസ് വീക്കെൻഡ്? അല്ലേ? നീ വീക്കെൻഡിൽ പുറത്ത് പോകുന്നുണ്ടോ? ആർ യു ഗോയിങ് ഔട്ട് ദിസ് വീക്കെൻഡ്? ഈ അർത്ഥത്തിൽ മനസ്സിലായല്ലോ. ഗോ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോകുക. അതിന്റെ പാസ്റ്റ് എന്താണ്? വെന്റ് ഔട്ട്, ഗോൺ ഔട്ട്. ING ചേർക്കുന്ന രൂപമാണ് ഗോയിങ് ഔട്ട്. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് സിറ്റ് ഡൗൺ. എല്ലാവർക്കും അറിയുന്നതാണ് ഇരിക്കുക. സിറ്റ് പ്ലസ് ഡൗൺ ആണ്. സിറ്റ് ഡൗൺ, ഇരിക്കുക എന്നല്ല. പ്ലീസ് സിറ്റ് ഡൗൺ ആൻഡ് റിലാക്സ്. ഇരിക്കൂ, റിലാക്സ് ചെയ്യൂ, അല്ലേ? ഇനി സിറ്റ് ഡൗൺ എന്നുള്ളതിന്റെ പാസ്റ്റ് എന്തായിരിക്കും? സാറ്റ് ഡൗൺ ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എവ്രി വൺ സാറ്റ് ഡൗൺ ടു വാച്ച് ദ മൂവി. എല്ലാവരും സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇരുന്നു. സിറ്റ്, സാറ്റ്, സിറ്റ് ആണ് കേട്ടോ. സിറ്റ്, സാറ്റ്, സിറ്റ്. അപ്പോൾ ഇവിടെ ഇരുന്നു എന്ന് പറയുമ്പോൾ സാറ്റ് ആണ്. എവ്രി വൺ സാറ്റ് ഡൗൺ ടു വാച്ച് ദ മൂവി. അടുത്ത എന്താ? സിറ്റ് ഡൗൺ, വി നീഡ് ടു ടോക്ക്. ഇരിക്കും, നമുക്ക് സംസാരിക്കണം, അല്ലേ? സിറ്റ് ഡൗൺ, വി നീഡ് ടു ടോക്ക്. ഓക്കെ. ഹി സാറ്റ് ഡൗൺ നെക്സ്റ്റ് ടു ഹിസ് ഫ്രണ്ട്. അവൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തിരുന്നു, ഫ്രണ്ടിൻ്റെ അടുത്തായിട്ടിരുന്നു. ഹി സാറ്റ് ഡൗൺ നെക്സ്റ്റ് ടു ഹിസ് ഫ്രണ്ട്. അപ്പോൾ ഞാൻ ഈ 10 വെച്ചിട്ട് ഒരു മലയാളത്തിലുള്ള സെൻറ്റൻസുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ 10 നിങ്ങൾ ചെയ്തതിന് ശേഷം ഒന്ന് നിങ്ങളിവിടെ ഇതിൽ കൊടുക്കുക, കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. എത്ര ആൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് നോക്കട്ടെ, ആർക്കൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് 1-on-1 ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്ന് നമ്പർ കൊടുക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ഐ വിൽ ബി ബാക്ക് സൂൺ അഗൈൻ വിത്ത് അനദർ യൂസ്ഫുൾ സെഷൻ. ബൈ ഫോർ നൗ.